ഹലോ ഗായ്സ്, ഇപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോൾ നമ്മുടെ ഉഷ മാക്സസിൻ്റെ ഒരു ഗ്യാസ് സ്റ്റൗ അൺബോക്സിങ്ങും അതിൻ്റെ ഫിറ്റിങ്സുമാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗായ്സ്, ഇതാണ് ഉഷ മാക്സസ് സ്റ്റൗവിൻ്റെ വാറണ്ടി കാർഡ് ഉൾപ്പെടുന്ന ഒരു ബുക്ക്ലെറ്റായി തരുന്നത്. പിന്നെ ഇതാണ് ഗായ്സ് ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകൾ ഭാഗം വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഗ്യാസ് സ്റ്റൗവിനെ ബോക്സിൽ നിന്നൊക്കെ ഒന്നെടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ ഓരോ പാർട്സായിട്ട് നമുക്ക് പരിചയപ്പെടാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് ഇപ്പോഴല്ല, ലാസ്റ്റ് കണക്ട് ചെയ്യാൻ നേരത്ത് നിങ്ങൾ കണക്ട് ചെയ്യാൻ നോക്കുമ്പോൾ എല്ലാവരും നിറക്കുറ്റിന്ന് എടുത്ത് വെച്ച് കണക്ട് ചെയ്ത് അത് അപകടമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാലി കുറ്റിയെടുത്ത് അത് ഫിറ്റ് ചെയ്യാൻ പഠിച്ചിട്ട് മാത്രം അടുത്ത് നിറക്കുറ്റി എടുത്ത് ഫിറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഈ ബോക്സ് ഉള്ളതെന്ന് പറയുമ്പോൾ ഈ ഗ്യാസ് സ്റ്റൗവിൻ്റെ ലെഗുകളാണ് വരുന്നത്. നിങ്ങൾ പൊട്ടി കാണിച്ചു തരാം. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഗ്യാസ് കൺട്രോൾ ചെയ്യുന്ന നോബുകളുണ്ടല്ലോ, അതും വരുന്നതാണ് 3 അപ്പോൾ ആ ഗ്യാസ് കൺട്രോൾ നോബുകളും അതിന് ഗ്യാസ് സ്റ്റൗവിൻ്റെ ലെഗുകളുമാണ് ഈ ചെറിയ ബോക്സിൽ വരുന്നത്. ഇനി നമുക്ക് ഈ ഗ്യാസ് സ്റ്റൗവിലേക്ക് നമ്മൾ ഗ്യാസ് കൺട്രോൾ നോബുകൾ ഫിറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ ആ ഗ്യാസ് സ്റ്റൗ നോബ് കണ്ടോ, അതൊരു ആകൃതിയായിട്ട് ഇരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഫുൾ റൗണ്ട് അല്ല, അവിടെ ഒരു തടസ്സം കണക്കൊരു സംഭവമുണ്ട്. അപ്പോൾ അതും ആ ഗ്യാസ് സ്റ്റൗവിലുള്ള കണക്ടറുമായിട്ട് ഒരേ രീതി വെച്ച് കണക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പം ഞാൻ പറയുമ്പോൾ ചിലപ്പം കൺഫ്യൂഷൻ ആവുമായിരിക്കാം, പക്ഷേ അത് കാണുവാനുണ്ടോ ആ ഒരു വെട്ടിണക്കുന്ന സംഭവമുണ്ട്. ആ സംഭവം അതുമായിട്ടൊന്ന് കണക്ട് ചെയ്യുമ്പോൾ നേരെ കയറിപ്പൊക്കിക്കോളും, കുഴപ്പമൊന്നുമില്ല. ഈസിയാണ്, ഫിറ്റ് ചെയ്യാത്തൊക്കെ വിഷയമൊന്നുള്ള കാര്യങ്ങളല്ല. നമ്മളെ വീട്ടിലേക്ക് തന്നെ നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഫിറ്റിംഗ് ഉള്ള കാര്യമാണിത്. നമുക്ക് എളുപ്പമായി ചെയ്യാൻ പറ്റും, അധികമൊന്നുമില്ല. ഈ 2 ഗ്യാസ് നോബുകൾ വയ്ക്കണം, പിന്നെ 2 ലെഗ്, ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. അതൊക്കെ പെട്ടെന്ന് തന്നെ ഫിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതിനകത്ത് കുറച്ച് അപകടമായിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്യാസ് സിലിണ്ടറുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ്. അത് വിഷയമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന ആളായിട്ട് കണക്ട് ചെയ്യുക. പിന്നെ അറിയാത്തുള്ളവരാണെങ്കിൽ അറിഞ്ഞിടാത്തവർ ഒരു കാലി കുറ്റി എടുത്ത് അതിനകത്ത് ഫിറ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം വേറെ കുറ്റിയെടുത്ത് ഫിറ്റ് ചെയ്യാൻ. ഓക്കെ, അടുത്തതായി നമുക്ക് ആ 4 വശത്തും 4 ലെഗുകൾ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അതിൽ നെട്ടുണ്ട്, ഓരോ ലെഗുകളിൽ ആ സ്ക്രൂവിനകത്തിന് നെട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ നെറ്റ് അടിയിൽ ഫിറ്റ് ചെയ്തിട്ട് ലെഗ് മുകളിലേക്ക് വയ്ക്കണം. അങ്ങനെ 4 നമുക്ക് ഫാസ്റ്റായിട്ട് ഫിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഗ്യാസ് സ്റ്റൗ ഒരു സിലിണ്ടറുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ഇപ്പോൾ നമുക്ക് ആ ഗ്യാസ് സ്റ്റൗവിൻ്റെ ആ സൈഡിലുള്ള ഡമ്മി ക്യാപ്പെടുത്ത് മാറ്റി സിലിണ്ടറിൽ നിന്നുള്ള ഹോസ് എടുത്ത് ഗ്യാസ് സ്റ്റൗവിലേക്ക് കണക്ട് ചെയ്യാം. അതിന് മുമ്പ് ആ ഗ്യാസ് സ്റ്റൗവിൻ്റെ ആ പൈപ്പ് എന്ന സംഭവം ഉണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഒരു ഓയിലിട്ട് ഒന്ന് ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി ചെയ്യാവുന്നതാണ്. അത് ചിലപ്പോൾ അത് കയറാൻ ഭയങ്കര പാടായിരിക്കും, ചിലപ്പോൾ ഈസി ആയിട്ട് പോകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അഥവാ അത് നിങ്ങൾക്ക് ടൈറ്റനം തോന്നുകയാണെങ്കിൽ ഒരു ഹോസ് ക്ലിപ്പുമായിട്ട് അത് ഫിക്സ് ചെയ്യാൻ വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ആ പാൻ സപ്പോർട്ടിനുള്ള കേബിൾ ടൈ നമുക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സമയത്തൊന്നും ഗ്യാസ് സിലിണ്ടറിൻ്റെ റെഗുലേറ്റർ ഓണാക്കി വെക്കരുത്, ഓഫാക്കി തന്നെ വെക്കുക.
അപ്പോൾ നമുക്ക് ഈ ലാസ്റ്റ് ഫിറ്റ് ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ ഡ്രിപ്പ് ഡ്രൈ ആണ്. അത് തന്നേക്കാൻ ചിലപ്പോൾ പലതും പല അളവായിരിക്കില്ല, എനിക്ക് കിട്ടിയത് പലതും പല അളവല്ല. അപ്പോൾ അത് നിങ്ങൾ പേടിക്കേണ്ട, ഏതായിട്ടാലും മതി. ഞാൻ എടുത്ത് വെച്ച് നോക്കിയാൽ കറക്റ്റ് ആണോ അല്ലയോ എന്ന്. എല്ലാം ഒരേ സെയിം സൈസായിരിക്കും. പിന്നെ അടുത്ത പാൻ സപ്പോർട്ട് കണക്ട് ചെയ്യുമ്പോൾ ആ ഓരോ നോബും ഓരോ ഹോൾസുകൾ കറക്റ്റായിട്ട് നിങ്ങൾ ഫിറ്റ് ചെയ്യാൻ നോക്കുക. ഞാൻ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ കണ്ട അതേ ആ നോബുകൾ ഓരോരോ ഹോൾസിൽ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യുക. പിന്നെ എന്ന് പറയുമ്പോൾ ഓരോ ചില ഗ്യാസ് സ്റ്റൗ എഴുതിയിട്ടുണ്ടാവും, അതിൻ്റെ പാൻ സപ്പോർട്ട് എഴുതിക്കുക ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ വരുന്നതെന്നാണ് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഒരു എല്ലും 6 ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എളുപ്പമായിരുന്നു. അടുത്ത് നമുക്ക് ആ റെഗുലേറ്റർ ഓൺ ചെയ്യാം, എന്നിട്ട് സ്റ്റൗ കത്തിച്ച് നോക്കാം കറക്റ്റ് ആവുമോ ഇല്ലയോ എന്ന്. വിജയിച്ചു ഗായ്സ്, ഞാൻ എൻ്റെ പരിശ്രമം പാഴായില്ല, കറക്റ്റായിട്ടുണ്ട് എല്ലാം. 3 ഗ്യാസ് സ്റ്റൗവെല്ലാം കത്തിച്ചുകൊണ്ട് നല്ല പ്രോഡക്റ്റാണ് ഗായ്സ്, കുഴപ്പമില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക, നിങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ വീഡിയോ ഒക്കെ. കൂടാതെ നമ്മുടെ ചാനലിൽ കരാട്ടയും ഫണ്ണി വീഡിയോസും ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണുന്നവരെ ബൈ ബൈ.